Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 17.1 ബീറ്റ 3 നമുക്കിപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 512.2 MB എൻ്റെ ഐഫോൺ 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 600-700 MB ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 17.1 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 10.1 ബീറ്റ 3 റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ iOS 16.7.1 എന്നും iPadOS 16.7.1 എന്നും പറയുന്ന രണ്ട് ഒഫീഷ്യൽ അപ്ഡേറ്റും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് macOS മോൺട്രയുടെയും macOS വെഞ്ചുറയുടെയും ആർസ് റിലീസും എയർപോർട്സിന് റിലീസും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ്റെ വിശേഷങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റുന്നതാണ്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 17.1 21B 5066A എന്ന് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തായി എന്ന് നമുക്ക് ഈ ആൽഫബറ്റിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് റിലീസാവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയുടെ നമ്മൾ അവസാനം നമുക്ക് പറയാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതോടൊപ്പം ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ നിന്നേക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും ആദ്യം വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൽ ഒരു സാറിൻ്റെ ഇവാലുവേഷൻ നടന്നു. ആ ഒരു സാർ ടെസ്റ്റിൽ ആപ്പിളിൻ്റെ ഐഫോൺ 12 കുറച്ചധികം റേഡിയേഷനും കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെന്ന് ഈ പറഞ്ഞ ഫ്രാൻസിൻ്റെ ഗവൺമെൻറ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഐഫോൺ 12 യൂസേഴ്സ് ആ ഒരു ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യം വരെ ആപ്പിളിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത് ആപ്പിൾ അഡ്രസ്സ് ചെയ്ത് ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു ഫുൾ നോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോട്ടിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഫുൾ നോട്ട് വായിക്കാവുന്നതാണ്. ഇവിടെ ആപ്പിളിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഫുള്ള് ആപ്പിൾ ചെയ്തിട്ടുണ്ട്. ഓൺ സെപ്റ്റംബർ 12 നിന്നും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. താഴത്ത് നമ്മുടെ ഈ പറയുന്ന സാർ റെഗുലേഷൻസും സ്റ്റാൻഡേർഡും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ബോഡി ഡിറ്റക്റ്റിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമ്മുടെ ഈ പറഞ്ഞ ഐഫോൺ 12 ഫ്രാൻസിൽ വന്ന മാറ്റങ്ങളും അതേപോലെ സ്പെസിഫൈ ചെയ്ത് പറയുന്ന എല്ലാ പ്രോട്ടോകോൾസും ബാക്കി കാര്യങ്ങളും ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഐഫോൺ 12 യൂസേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്തേക്കുള്ള ആപ്പിൾ ഐഫോൺ യൂസേഴ്സിനും ഇനി മുതൽ ഈ പറഞ്ഞ സാർ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ പേടിക്കേണ്ട. കറക്റ്റായിട്ട് തന്നെയാണ് ആപ്പിൾ കൊണ്ടുപോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഇവിടെ കറക്റ്റായിട്ട് ആപ്പിൾ ചെയ്തിട്ടുണ്ട്. ഐഫോൺ 12 ഈസ് സേഫ് ടു യൂസ് ഇൻ ഫ്രാൻസ് ആൻഡ് ഇൻ അനദർ കൺട്രീസ് ആൻഡ് റീജിയൻസ് എന്ന്. നമുക്ക് എല്ലാവർക്കും ഐഫോൺ നമുക്ക് സേഫായിട്ട് അതേപോലെ തന്നെ പേടിക്കാതെയും ഐഫോൺ എല്ലാ കൺട്രിയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ 15 പ്രോയിൽ വന്ന ആ ഒരു ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു മോഡിന് അല്ലെങ്കിൽ ആ ഒരു ബട്ടന് പുതിയൊരു ചേഞ്ച് നമ്മുടെ iOS 17.1 ബീറ്റ 3 കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറും അതേപോലെ നമ്മുടെ മോഷൻ സെൻസറും ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോൺ പോക്കറ്റിലാണെങ്കിൽ ആ ഒരു ആക്ഷൻ ബട്ടൺ വെറുതെ ആക്ഷനിൽ ട്രിഗർ ആവാതിരിക്കാനും അതേപോലെ ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 2-3 അല്ല ചിലപ്പോൾ 1 സെക്കൻഡിൻ്റെ പകുതി എടുത്തുകൊണ്ട് ആ ഒരു ആക്ഷൻ ട്രിഗർ ആവാനുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ആക്ഷണൽ ട്രിഗർ കുറക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ ഒരു ബീറ്റയിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ആപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് പുതിയൊരു മാറ്റം കാണാൻ പറ്റും. ഇവിടെ ആഡ് ന്യൂ എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആപ്പിൾ വാച്ച് ഇല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഇൻ്റർഫേസ് സെയിം ഇത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരു വാച്ചുള്ള കൂട്ടുകാർക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾ വാച്ചസിൽ പോവുക, ആഡ് വാച്ച് കൊടുക്കുക. ഇവിടെ നമ്മൾ സെറ്റപ്പ് ആപ്പിൾ വാച്ചിൻ്റെ ഓപ്ഷൻ കാണുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു 3 ആപ്പിൾ വാച്ചും അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 ആപ്പിൾ വാച്ചും പുതിയ ആപ്പിൾ വാച്ച് സീരീസ് 9ഉം നമ്മുടെ അൾട്രാ 2ഉമാണ്. ഇവിടെ കാണിക്കുന്ന ആ സ്നൂപ്പി വാച്ച് ഫേസും പുതിയതാണ്. ഈ പറഞ്ഞ 3 വാച്ച് ഫേസും ഈ പറഞ്ഞ 2 ഡിവൈസും പുതിയതായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന iOS 17.1 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൽ വന്ന ബഗ്ഗും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ആപ്പിളിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോവാം.
നമ്മൾ റീസെൻ്റ് ആക്ടിവിറ്റി എടുക്കാം. ഇവിടെ iOS ആൻഡ് iPadOS 17.1 ബീറ്റ 3 നമുക്ക് നോക്കാം. റിലീസ് നോട്ട് നോക്കുമ്പോൾ നമ്മുടെ ക്യാമറയിൽ നോൺ ഇഷ്യൂ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പറഞ്ഞ സിനിമാറ്റിക് മോഡിൽ നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട് ക്യാമറയിലേക്കോ അല്ലെങ്കിൽ റിയർ ക്യാമറയിലേക്കോ നമ്മുടെ ഈ പറഞ്ഞ സ്വിച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ചെറിയൊരു ലാഗ് നമ്മുടെ ഈ പറഞ്ഞ 15 Pro അല്ലെങ്കിൽ 15 സീരീസിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ പവറിൽ റിസോൾവ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്, വിജറ്റിൽ റിസോൾവ് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. താഴത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് കാണിക്കുന്നത് വാലറ്റ് ആൻഡ് ആപ്പിൾ പേയിലാണ്. സോ ഈ പറഞ്ഞ ആപ്പിൾ പേയും അതേപോലെ വാലറ്റും യൂസ് ചെയ്യുന്ന കൂട്ടുകാരെ ബേറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചധികം ഇഷ്യൂസ് നിങ്ങളുടെ ഫോണിൽ വരാനും ചാൻസ് ഉണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഡീസൻ്റായ ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ ലഭിച്ചിരിക്കുന്നത്. വലിയ ഡ്രാസ്റ്റിക്കായ ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ബൂം ചേഞ്ചോ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ പറയാനായിട്ടില്ല. പക്ഷേ ഡീസൻ്റായിട്ട് ഒരു ലാഗോ ബാക്കി ക്ലട്ടറിങ്ങോ ഫീൽ ചെയ്യാതെ തന്നെയാണ് ഒരു അപ്ഡേഷൻ പോകുന്നത്. ഞാൻ നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷൻ എടുക്കാം, അത്യാവശ്യം ഫാസ്റ്റായിട്ട് ലോഡായിട്ടുണ്ട്. ക്യാമറ ആപ്പ് എടുക്കാം, അതും അത്യാവശ്യം ഡീസൻ്റായിട്ട് ലോഡായിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ ആപ്പ് സ്റ്റോർ എടുക്കാം. ആപ്പ് സ്റ്റോർ ലോഡാകുമ്പോൾ നമ്മുടെ ഡിവൈസ് മാത്രമല്ല ഇൻ്റർനെറ്റ് സ്പീഡും അതിൽ കാരണമാണ്. പക്ഷേ കൂളായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡീസൻ്റായ ഒരു ആപ്പ് ലോഞ്ചിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പറഞ്ഞ ഗീക്ക് ബെഞ്ച് സ്കോർ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ നമുക്കിപ്പോൾ നോക്കാം. സിംഗിൾ കോറിൽ നമുക്ക് ഈ പറയുന്ന ഹിസ്റ്ററിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 1717 ആണ് നമുക്ക് ഈ പറയുന്ന സിംഗിൾ കോർ വരുന്നത്. മൾട്ടി കോർ വരുന്നത് 3058 ആണ്. ആക്ച്വലി മൾട്ടി കോർ നമ്മൾ ലാസ്റ്റ് അപ്ഡേറ്റിനെക്കാട്ടും കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ മൾട്ടി കോർ നോക്കുകയാണെങ്കിൽ 3506 ആണ്. ഇവിടെ നമ്മുടെ പുതിയ ബീറ്റ 3യിൽ 3053 ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യമാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം, നമ്മുടെ ബാറ്ററി ഓപ്ഷനിലേക്ക് പോകാം. ബാറ്ററി ഓപ്ഷനിൽ നമ്മുടെ ലോഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല യൂസേജ് ഈ പറഞ്ഞ ബാറ്ററിയിൽ എനിക്ക് വരുന്നുണ്ട്. ആ ഒരു ബാറ്ററിയുടെ സ്റ്റാറ്റസ് പോകുന്നതും പിന്നെ ചാർജ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഫോൺ ഞാൻ ഓവർനൈറ്റ് ചാർജ് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനാണ്. ഞാൻ രാത്രി കുത്തിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. രാവിലെ ആകുമ്പോൾ എനിക്ക് 100% ആവും ഞാൻ യൂസ് ചെയ്യാറാണ് പതിവ്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ചാർജിങ് പാറ്റേണിൽ നമ്മുടെ ഡിവൈസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് പവർ പോസ് ചെയ്തിരിക്കുന്നതും അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ പവർ ഓൺ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറും 43 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും 19 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 82ലേക്ക് ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാളായിട്ട് 83ൽ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം അല്ലെങ്കിൽ ലാസ്റ്റ് അപ്ഡേറ്റിന് ശേഷം എനിക്ക് ഈ പറഞ്ഞ 83ൽ നിന്ന് 82ലേക്ക് എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ട്. അത് പക്ക നോർമലാണ്. അതേപോലെ iOS 17.0.3 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റെ ഡിവൈസിലും അതേപോലെ ബാക്കിയുള്ള എല്ലാ ഡിവൈസിലും അതായത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ബാക്കി ഡിവൈസിലും ഹീറ്റ് നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡിവൈസിലും ആ ഒരു അപ്ഡേഷൻ ചെയ്തിട്ടും ഹീറ്റ് കുറയുന്നില്ല, ബാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഒരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും അടുത്ത് തന്നെ വരുന്നതാണ്. സോ ഈ ഒരു അപ്ഡേഷനിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തൊരു മാറ്റം വരുന്നത് അല്ലെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചേഞ്ച് വരുന്നത് എന്നാണ് നമ്മുടെ iOS 17.1 റിലീസാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ വാച്ചസ് 10.1 എന്ന അപ്ഡേഷനിലാണ് ഡബിൾ പിഞ്ച് നമുക്ക് വരുന്നത്. ആക്ച്വലി നേരത്തെ ആ ഒരു ഓപ്ഷൻ എല്ലാ ആപ്പിൾ വാച്ചിലും അതായത് ആപ്പിൾ വാച്ച് സീരീസ് 4ലാണെങ്കിലും SEലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. പക്ഷേ ആ ഒരു പ്രത്യേകമായ ആ ഡബിൾ പിഞ്ച് ഫീച്ചേഴ്സ് നമ്മുടെ ഈ പറഞ്ഞ വാച്ചസ് 10.1ലാണ് റിലീസാകുന്നത്. ആ റിലീസ് ഈ ഒരു മന്തിൻ്റെ അവസാനം തന്നെ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. മിക്കവാറും ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് ഈ ഒരു പറഞ്ഞ 24 അല്ലെങ്കിൽ 23 തീയതിയിൽ നമുക്ക് ലഭിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഒരു 17, 18 ഒക്കെ ആകുമ്പോഴത്തേക്കും RC റിലീസും 24, 25, 23 ഈ ഒരു 3 ഡേറ്റിൽ മിക്കവാറും 24 നൈറ്റ് 10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ iOS 17.1ഉം വാച്ചസ് 10.1 എന്നീ പറഞ്ഞ എല്ലാ പുതിയ OSും ആപ്പിൾ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ iOS 17.1ൻ്റെ ബീറ്റ 3യിലെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കാണാത്ത കുറേ കൂട്ടുകാരുണ്ട്. സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ്
നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്കും ഞാൻ തൊട്ട് താഴെ കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.